ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ ഇഫാൻ അയാളുടെ പെൺസുഹൃത്തിനെ വിളിച്ചുകൊണ്ടുപോയ മുക്കുന്നൂറിനടുത്തുള്ള പുതൂർ എന്ന സ്ഥലത്താണ്. പുതൂറിൽ ആ വഴി തീരുന്ന വശത്താണ് ഫർസാന എന്ന 22 വീട്. ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്ന്, ഫർസാന ഇല്ലാതായെന്ന നടുക്കത്തിൽ നിന്ന് ഈ നാടും നാട്ടുകാരും ഒന്നും മുക്തരായിട്ടില്ല. അവരുടെ വീട്ടിലേക്ക് ചെന്ന് കുടുംബാംഗങ്ങളോട് ഈ ഒരു ഘട്ടത്തിൽ, ഈ വേദനയുടെ അവസരത്തിൽ അവരുടെ പ്രതികരണങ്ങൾ തേടുന്നത് അനുചിതമായതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലവുമായി, ഈ വീടുമായി ഏറെ ബന്ധമുള്ള അയൽവാസി കൂടിയായ സുധീർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുധീർ, നിങ്ങൾക്ക് ഈ കുടുംബമായിട്ട് വളരെ ഏറെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതെ, ഇവരിപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് 7-8 വർഷമായി. അന്ന് മുതൽ എനിക്ക് അടുത്ത് പരിചയമുള്ള കുടുംബമാണ്. ഇദ്ദേഹം ഈ ഇഫാനുമായിട്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു നേരത്തെ ഒരു തമ്മിൽ സൗഹൃദമാണ്, പ്രണയമാണെന്നുള്ള വിവരം നമുക്കാർക്കും അറിയില്ല. ഇവിടെ പരിസരവാസികൾക്കും അങ്ങനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യം അറിയാം. എന്താണ് അവർ നിങ്ങളോട് ഈ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ എന്താണത്? അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വീട്ടിലെ ഉമ്മയ്ക്കും സഹോദരനും അറിയാമെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് വ്യക്തമായി അറിയില്ല. അതായത് ഉമ്മയ്ക്കും സഹോദരനും ആയിരിക്കാം അറിയാമെങ്കിൽ ഇത്. അതെ. എന്തായാലും പിതാവിന് അറിയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവള് പഠനത്തിലൊക്കെ എങ്ങനെയായിരുന്നു? ഇത് പൊതുവേ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയാണ്. പുറത്തങ്ങനെ അധികം ഇവിടെ ഉള്ളതുപോലെ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ വളരെ ഒതുക്കമുള്ള ഒരു കുട്ടിയാണ്. പഠനത്തിലും നല്ല മികച്ച പഠന നിലവാരമുള്ള ഒരു കുട്ടിയാണ്. ഇപ്പോൾ അത് PGക്ക് ഇവിടെ അഞ്ചൽ സെൻറ്റ് ജോൺസ് മറ്റേ കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ വിവരം എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ ഇന്നലെ രാത്രി ഒരു 6:30 മണിയോടുകൂടി ചാനലിലൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നതും പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം തരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നത് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഈ പരിസരവാസികൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്, വീട്ടുകാർ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ ഇവിടേക്ക് പോകുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? അതോ ഇവിടെ നേരത്തെ എപ്പോഴെങ്കിലും വരുമോ? അങ്ങനെ ആരെങ്കിലും പരിചയം ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ ഈ പ്രതിയെ? ഇവിടെ നിന്ന് ഇന്നലെ ഈ കുട്ടി 3 മണിക്ക് പോയത് ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത് ഇവിടെ വെച്ചല്ല? പക്ഷേ ഇവിടെ വെച്ചല്ല. ഓക്കെ. അപ്പോൾ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ? അതെ, ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയത്. പിന്നെ അതിനുശേഷം ഈ പെൺകുട്ടിയെ ചിലപ്പോൾ പയ്യൻ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടുന്ന് റോഡിൽ വെച്ച് കൂട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. വളരെയധികം നന്ദി താങ്കളുടെ പറയുന്നത്. അതായത് ഇവിടെ നിന്ന്, അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ അകത്താണ് ഈ പെൺകുട്ടിയുടെ, ഫർസാനയുടെ വീട്. നിരവധി ആളുകളാണ് അവൾ പഠിച്ച കോളേജിലെയും അതോടൊപ്പം നേരത്തെ പഠിച്ച സ്കൂളിലെയും ഉൾപ്പെടെയുള്ള അധ്യാപകർ, മറ്റ് സുഹൃത്തുക്കളൊക്കെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടുക്കമുളവാക്കുന്ന ഒരു കൊലപാതകം തങ്ങളുടെ ഈ സാധാരണ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതിൻ്റെ ഞെട്ടലിലാണ് ഈ നാടും അവളുടെ ബന്ധുക്കളും എല്ലാവരും. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ അടുത്തേക്ക് പോയി അവരോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നതിൽ ഒരു അനൗചിത്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീടിനുള്ളിലേക്ക് കയറാത്തത്. ഇപ്പോഴും ആ വേദനയിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. മകളില്ലാതെ എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അമ്മയ്ക്കും സഹോദരനും ഒന്നും കഴിയുന്നുമില്ല. അങ്ങനെ വൈകാരികമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ. ചേതനയേറ്റ മകളുടെ മൃതദേഹം മണിക്കൂറുകൾക്കകം ഈ വീട്ടിലേക്ക് എത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നലെ ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് ചിരിക്കുന്ന മുഖവുമായി ഇവിടെ നിന്ന് ഇറങ്ങിയ ഫർസാന ചേതനയേറ്റ് ഈ വീട്ടിലേക്ക് അവസാനമായി വരുമ്പോൾ എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും എന്നറിയാതെ വിതുമ്പുകയാണ് ബന്ധുക്കൾ വീടിനുള്ളിൽ. മകളെ അവസാനമായി ഒരു നോക്ക് കാണേണ്ട ഗതികേടിൽ വീടിനുള്ളിൽ അപ്പോൾ മുതൽ തുടങ്ങിയ നിലവിളി ഇപ്പോഴും തുടരുകയാണ് ഫർസാനയുടെ ഉമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളും. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18.